Hi everyone, welcome to Learn to Study. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിൻ്റെ ഒരു കോമൺ പേപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൻ്റെ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏകദേശം 6 ക്വസ്റ്റ്യൻ വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ദാറ്റ് ഈസ് ഡിഫൈൻ ഇമെയിൽ എത്തിക്കേറ്റ്. ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ചെയ്യുമ്പോൾ സർട്ടൻ മര്യാദകൾ നമ്മൾ പാലിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് ഇമെയിൽ എത്തിക്കേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ഫോർ റൈറ്റിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇമെയിൽസ് പ്രൊഫഷണലി. നമ്മൾ പ്രൊഫഷണലായിട്ട് ഇമെയിലിന് നമ്മൾ എങ്ങനെയാണ് ഇമെയിൽ എഴുതേണ്ടത്, അതുപോലെ തന്നെ ഒരു ഇമെയിലിന് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അതിന് തിരിച്ച് നമ്മൾ റിപ്ലൈ എങ്ങനെ കൊടുക്കണം, അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് സർട്ടൻ ഇപ്പോൾ നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാർഗരേഖകളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമെയിൽ എത്തിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആവുമ്പോൾ അയാൾ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അതിലും കുറച്ച് പ്രൊഫഷണലിസം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഇമെയിൽ അയാൾ എങ്ങനെയാണ് അതിൻ്റെ സബ്ജക്റ്റ് ലൈൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് റെസിപ്പിയൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നത്, അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്യും, അതെങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് അത് ആ ഒരു മാറ്റർ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇമെയിൽ എത്തിക്കേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യുന്നതും അതിന് തിരിച്ച് റിപ്ലൈ അയക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിഫൈൻ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇ ലേണിംഗ്, ഇലക്ട്രോണിക് ലേണിംഗ് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി, ഇപ്പോൾ ഇലക്ട്രോണിക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഇൻ്റർനെറ്റ് ആണ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറോ മൊബൈലോ ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടറോ മൊബൈലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻ്റർനെറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇ ലേണിംഗ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജീസ് ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ഡെലിവർ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കണ്ടൻസ്, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക, അത് നൽകാനൊക്കെ വേണ്ടിയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസോ ഇലക്ട്രോണിക് ടെക്നോളജീസോ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ യൂസിങ് മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വേണം, ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നമുക്കിപ്പോൾ സൂം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വേറൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളത് സെൻഡ് ചെയ്യുക, സ്റ്റുഡൻസിന് സെൻഡ് ചെയ്യുക, എന്നിട്ട് അവർ പഠിക്കുക, ലൈവായിട്ട് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം എന്താണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോണിക് ടെക്നോളജീസ് ആണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ലേണിംഗ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, ഇലക്ട്രോണിക് ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ സഹായത്തോടു കൂടി എഡ്യൂക്കേഷൻ നൽകാനും അതേപോലെ തന്നെ ലേണിംഗ് ഈസി ആക്കുന്നതിനും ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് ഓൺലൈൻ കോഴ്സസ്, വിർച്വൽ ക്ലാസ് റൂംസ് ആൻഡ് മൾട്ടിമീഡിയ റിസോഴ്സസ് ടു എൻഹാൻസ് ദി ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പം നമ്മളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഓൺലൈൻ കോഴ്സസ് കൊടുക്കുക, അതേപോലെ തന്നെ വിർച്വൽ ക്ലാസ് റൂംസ്, സൂം പോലെയുള്ള വിർച്വൽ ക്ലാസ് റൂംസ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിമീഡിയ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൽ ഉൾക്കൊള്ളിട്ടുള്ളത്, ഇ ലേണിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു എൻഹാൻസ് ദി ലേണിംഗ് എക്സ്പീരിയൻസ്, നമ്മളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേണിംഗ് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഓൺലൈൻ കോഴ്സസോ വിർച്വൽ ക്ലാസ് റൂംസോ മൾട്ടിമീഡിയ സോഴ്സസ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ടെക്നോളജീൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ എഡ്യൂക്കേഷണൽ കണ്ടന്റോ അല്ലെങ്കിൽ ലേണിംഗോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ
പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇ ലേണിംഗ്. സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇ ലേണിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണ്? നമ്മളിപ്പോൾ ഇ ലേണിംഗ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? അതായത് ഓൺലൈനിലൂടെ നമ്മൾ എഡ്യൂക്കേഷൻ നൽകുക, ഓൺലൈനിലൂടെ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നേട്ടമാണ് എന്ത്? ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലേണേഴ്സ് ക്യാൻ ആക്സസ് കോഴ്സസ് എനി ടൈം ആൻഡ് എനിവർ. ഏത് സമയത്തും എവിടുന്നും ലേണേഴ്സിന് ആ കണ്ടന്റ്, നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഏത് ടൈമിലും ഏത് സ്ഥലത്ത് വെച്ചിട്ടും ലേണേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി നമുക്ക് പഠിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് സ്ഥലത്തോ ഏത് സമയത്തോ ആയിക്കോട്ടെ 24/7 ഡേയ്സ് നമുക്ക് ഏത് ടൈമിലും 24 hours നമുക്ക് കണ്ടൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേണേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എവിടെയും കോഴ്സുകൾ ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കോസ്റ്റ്, നമുക്ക് വരുന്ന എക്സ്പെൻസ് ഒക്കെ കുറക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആണ്, നമ്മൾ കോളേജിലൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജിലേക്ക് പോകുന്ന സമയം, അതേപോലെ തന്നെ കോളേജിലേക്ക് എത്താനുള്ള നമ്മളുടെ ചിലവ്, പിന്നെ നമുക്ക് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അതിനുള്ള ചിലവ്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങാനുള്ള ചിലവ്, മറ്റേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവ്, അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ്, പ്രിന്റഡ് മെറ്റീരിയൽസ് എടുക്കാനുള്ള എക്സ്പെൻസ്, അപ്പോൾ ഇതൊക്കെ എന്താണ്? കോസ്റ്റ്ലി ആണ്. നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസുകൾ കുറക്കാൻ എന്ത് സഹായിക്കും? ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ റെഡ്യൂസസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ട്രാവൽ, അക്കോമഡേഷൻ ആൻഡ് പ്രിന്റഡ് മെറ്റീരിയൽസ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ റെഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ട്രാവൽ എക്സ്പെൻസും ട്രാവൽ കോസ്റ്റും അക്കോമഡേഷന് വരുന്ന ചിലവും പ്രിന്റഡ് മെറ്റീരിയൽസിനുള്ള ചിലവെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഫ്ലെക്സിബിലിറ്റി, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് കോസ്റ്റ് എഫക്റ്റീവ്. ദെൻ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈഡ് ആക്സസിബിലിറ്റി. എന്താ വൈഡ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും, അപ്പോൾ ലോകത്ത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ കണ്ടന്റ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു റിമോട്ട് ഏരിയയിലുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും അവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ത്രൂ ഓൺലൈൻ. അപ്പോൾ ഓൺലൈനിലൂടെ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈഡ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് റൂറൽ ഏരിയയിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വരെ ഈസി ആയിട്ട് പഠിക്കാൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് എനേബിൾസ് ലേണേഴ്സ് ഫ്രം റിമോട്ട് ഏരിയാസ് ടു ആക്സസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ റിമോട്ട് ഏരിയയിലുള്ള ലേണേഴ്സിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് വൈഡ് ആക്സസിബിലിറ്റി. ദെൻ നെക്സ്റ്റ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. അടുത്ത എന്താ പറയുന്നത്? പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. എന്താ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഇറ്റ് അഡാപ്റ്റ് ടു ദി പേസ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ഇൻഡിവിജ്വൽ ലേണേഴ്സ്. ഇപ്പോൾ പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ഓരോ വ്യക്തികൾ എടുത്തിട്ട് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ പറയുന്നത്? അഡാപ്റ്റ്സ് ടു ദി പേസ് ആൻഡ് പ്രിഫറൻസ്. അപ്പം ഇൻഡിവിജ്വൽ ലേണേഴ്സിൻ്റെ, അതായത് ഓരോ പേഴ്സൻ്റെയും അവരുടെ പ്രിഫറൻസ് വെച്ചിട്ട്, അതേപോലെ തന്നെ അവരുടെ പേസ്, അവരുടെ സ്പീഡിനനുസരിച്ചിട്ടൊക്കെ ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴി നമുക്ക് ലേണിംഗ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ദെൻ നെക്സ്റ്റ് ഡൈവേഴ്സ് റിസോഴ്സസ് ഡൈവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ്? ഓഫേഴ്സ് ആക്സസ് ടു മൾട്ടിമീഡിയ കണ്ടന്റ്, ഇന്ററാക്റ്റീവ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മൾട്ടിമീഡിയ കണ്ടന്റ് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ടൂൾസ് ഒക്കെ ഉണ്ടാവും, അത് ആക്സസ് ചെയ്യാനും ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെല്ലാം റിസോഴ്സസ് ഓൺലൈൻ എഡ്യൂക്കേഷനിലുണ്ടോ അതൊക്കെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതെല്ലാം എന്താണ്? ഡൈവേഴ്സിഫൈഡ് ആണ്. പല റിസോഴ്സസും നമുക്ക് ആക്സസ് ചെയ്യാൻ ഓൺലൈൻ എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. സോ അതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മീൻ ബൈ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. എന്താണ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്? ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടൂൾസും റിസോഴ്സസും ഒക്കെ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യാണ്. അതായത് നമ്മൾ സജീവമായിട്ട് ഉപയോഗിക്കാതെ എന്തിനു വേണ്ടിയിട്ട്?
നമുക്ക് എന്തെങ്കിലും ആശയവിനിമയം നടത്താനോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഡിജിറ്റൽ ടൂൾസും റിസോഴ്സസും അല്ലെങ്കിൽ ടെക്നോളജി ഡ്രിവൺ ഒരു എൻവയോൺമെന്റ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് സജീവമായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് സജീവമായിട്ട് യൂസ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എപ്പോഴും ടെക്നോളജീന്റെ സഹായത്തോട് കൂടിയായിരിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം അവർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ മൊബൈൽ ഡിവൈസസ് അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം മൾട്ടിമീഡിയയൊക്കെ ലേണിങ്ങിന് വേണ്ടിയിട്ട് അത് മാത്രം ആശ്രയിക്കുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ മൂക്സ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ കോസ്റ്റിൽ ഒരു മാസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേ പ്രൊവൈഡ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിലൂടെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഓൺ വേരിയസ് സബ്ജക്ട്സ് ആൻഡ് ആർ ഓഫൺ ഡെലിവേർഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഓർ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ്. ഇപ്പൊ വലിയ തോതിലുള്ള പങ്കാളിത്തത്തിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സൗജന്യ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള ഓൺലൈൻ കോഴ്സസ് ആണ് മൂക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡിഫറെന്റ് സബ്ജക്ട്സിൽ അല്ലെങ്കിൽ വേരിയസ് സബ്ജക്ട്സിൽ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രവേശനമാണ് അത് പ്രദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോംസ് ആണ് ഇത് ഡെലിവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മൂക്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനലൈസിസ്? ഓക്കെ, അപ്പോൾ ബിസിനസ് ഡാറ്റ അനലൈസിസ് നമുക്ക് ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യാനും ഇപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസിന്റെ അതായത് ബിസിനസിന്റെ ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ടാവും, ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ബിസിനസ് ഡാറ്റ അനലൈസിസ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാം? ബിസിനസ് ഡാറ്റ അനലൈസിസിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് എക്സാമിൻ ചെയ്തിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തും. അപ്പോൾ ഈ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ആ ഇൻഫോർമേഷൻ ആർക്ക് കൈമാറും? ഇപ്പൊ ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന മാനേജേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ആ ഡാറ്റ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് എക്സാമിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബിസിനസ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് ഡാറ്റ അനലൈസിസ് യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് എന്ത്? ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്, രണ്ട് പ്രെഡിക്റ്റീവ് മോഡലിംഗ് ആൻഡ് ഡാറ്റ വിഷ്വലൈസേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇ വേസ്റ്റ്? എന്താണ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് വേസ്റ്റ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ നോർമലായിട്ട് വരുന്ന വേസ്റ്റ്, ഫിസിക്കലായിട്ട് വരുന്ന വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വേസ്റ്റ്. അതായത് മൊബൈൽ ഫോൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയല്ലോ, മൊബൈൽ ഫോൺസ് ഒക്കെ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാതായാൽ അത് നമ്മൾ കളയും. മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ കളയല്ലോ, കമ്പ്യൂട്ടർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയുമ്പോൾ അതെന്തായി മാറി? ഇ വേസ്റ്റ് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഇ വേസ്റ്റ് റെഫേഴ്സ് ടു ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് കോമ്പണൻസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് അപ്ലയൻസസ്. അപ്പൊ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, അതായത് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതേപോലെ തന്നെ അതിന്റെ കോമ്പണൻസ്, ഘടകങ്ങളാണ്. എന്തൊക്കെയാണ് അതിൽ വരിക? ദാറ്റ് ഈസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് വരും, സ്മാർട്ട് ഫോൺസ് വരും, അപ്ലയൻസസ് എല്ലാം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാലിന്യങ്ങൾ അതായത് ഈ വേസ്റ്റ് നമ്മൾ തെറ്റായിട്ടാണ് അത് ഡിസ്പോസ് ചെയ്യണതെങ്കിൽ, അത് നമ്മൾ സംസ്കരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? ഒരുപാട് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതായത് പ്രസൻസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്, ഈ വേസ്റ്റിൽ പ്രസൻസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്, അതായത് ടോക്സിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷപദാർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യം അല്ലെ? ടോക്സിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതാണ്, വിഷപദാർത്ഥങ്ങളാണ്. അപ്പൊ വിഷപദാർത്ഥങ്ങളുടെ പ്രസൻസ്, അതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് എൻവയോൺമെന്റിന് എന്താണ്? ഹാംഫുൾ ആണ്. ഓക്കെ, അപ്പൊ അത് ഈ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എൻവയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് കോമ്പണൻസ് സച്ച് ആസ് കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ് ആൻഡ് അപ്ലയൻസസ്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഓൺലൈൻ അഡ്വർടൈസിങ്. ഓക്കെ, എന്താണ് ഓൺലൈൻ അഡ്വർടൈസിങ്? എന്താണ് ഓൺലൈൻ അഡ്വർടൈസിങ്? നമ്മൾ ഓൺലൈനിലൂടെ അഡ്വർടൈസിങ് പരസ്യം നൽകുക എന്നുള്ളതാണ് ഓൺലൈൻ അഡ്വർടൈസിങ്. ഇപ്പം നിങ്ങൾ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഡുകൾ വരും, പരസ്യങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് എടുത്താലും ഇപ്പോൾ മറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ സോഷ്യൽ മീഡിയ ഏത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സ് വരാറുണ്ട്, ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പോൾ ഓൺലൈനിലൂടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ അഡ്വർടൈസിങ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് യൂസസ് ദി ഇന്റർനെറ്റ് ടു ഡെലിവർ പ്രൊമോഷണൽ മെസ്സേജ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടെ നമ്മൾ പ്രൊമോഷണൽ മെസ്സേജസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് ഫോമിനെയാണ് നമ്മൾ അഡ്വർടൈസിങ്, ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ അഡ്വർടൈസിങ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ഒരു ഫോമാണ് എന്ത്? ഓൺലൈൻ അഡ്വർടൈസിങ്. മാർക്കറ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ആണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഓൺലൈനിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ അഡ്വർടൈസിങ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ത്രൂ ഇന്റർനെറ്റ്. ഏതാണ്? ത്രൂ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, സെർച്ച് എൻജിൻസ് ആൻഡ് ഇമെയിൽ. അപ്പോൾ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സോഷ്യൽ മീഡിയ ആവാം, അതേപോലെ തന്നെ സെർച്ച് എൻജിൻ, ഇപ്പോൾ ഗൂഗിൾ, യാഹു പോലുള്ള സെർച്ച് എൻജിനിലൂടെ അല്ലെങ്കിൽ ഇമെയിലിലൂടെയൊക്കെ നമ്മൾ ഒരു പ്രൊമോഷണൽ മെസ്സേജസ് ഡെലിവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമാറ്റ്സ് ലൈക്ക് ബാനർ ആഡ്സ്, വീഡിയോ ആഡ്സ് ആൻഡ് സ്പോൺസേർഡ് പോസ്റ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബാനർ ആഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വീഡിയോ ആഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്പോൺസേർഡ് പോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ? ഇതിന്റെ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ ഫസ്റ്റ് മോഡ്യൂളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. വാട്ട് ഈസ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ റെഫേഴ്സ് ടു written or visual content that explain the functioning, use or maintenance of a product or system. അപ്പം ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ വിഷ്വൽ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ ഫംഗ്ഷനോ അതിൻ്റെ യൂസോ അതിൻ്റെ മെയിൻ്റനൻസോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പ്രൂഫിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വേർഷൻ, അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള കണ്ടന്റ് കാണിക്കുന്നതാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ. അപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ കാണിക്കുന്നതാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ ഫംഗ്ഷനിങ്ങോ അതിൻ്റെ യൂസോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസോ കാണിക്കുന്നതാണ് ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ബാനർ ആഡ്സ്. അതായത് ഒരു വെബ് പേജിൽ ആ വെബ് പേജിന്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ അല്ലെങ്കിൽ സൈഡിലോ ആയിട്ട് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഗ്രാഫിക് അഡ്വർടൈസ്മെന്റിനെയാണ് ബാനർ ആഡ്സ് എന്ന് പറയുന്നത്. ബാനർ ആയിട്ട് വരുന്ന ആഡുകളെയാണ് ബാനർ ആഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബാനർ ആഡ്സ് എന്താണ് എയിം ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദേ എയിം ടു അട്രാക്ട് യൂസേഴ്സ് ടു ക്ലിക്ക് ത്രൂ ടു ദി അഡ്വർടൈസേഴ്സ് വെബ്സൈറ്റ് ഓർ ലാൻഡിംഗ് പേജ്. അപ്പം നമ്മൾ ബാനർ ആഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടു അട്രാക്ട് യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാനർ ആഡ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ആഡ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അഡ്വർടൈസറിന്റെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ അയാളുടെ പേജിലേക്കോ ആണ് പോവുക. അപ്പോൾ അതുതന്നെയാണ് ബാനർ ആഡ്സിന്റെ ഉദ്ദേശം, അതായത് കൂടുതൽ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അഡ്വർടൈസറിന്റെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്കോ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ നമ്മളെ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആകർഷിക്കുക എന്നുള്ളതാണ് ബാനർ ആഡ്സിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് പാർട്ട് ബിയിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇ ലേണിംഗ് ഈസ് എ സർവീസ് ഇൻഡസ്ട്രി. ഇ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നെ ന്യായീകരിക്കുക എന്ന് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണോ അല്ലേ, അല്ലെങ്കിൽ ഇ ലേണിംഗ് ഒരു
സേവനാണോ എന്ന് നമ്മളുടെ കാഴ്ചപ്പാടിൽ പറയുക എന്നുള്ളതാണ്. ഇ ലേണിംഗ് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദാറ്റ് ഈസ് ഇ ലേണിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. ഇ ലേണിംഗ് ഒരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അത് ലേണേഴ്സിന് അറിവും നോളജും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് റിസോഴ്സസ് ഒക്കെ നേടുന്നതിനുള്ള ഒരു വേദിയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു വേദിയും കൂടെയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് അത്. ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ആൻഡ് റിസോഴ്സസ് ഫോർ ലേണേഴ്സ് ടു ഗെയിൻ നോളജ് ആൻഡ് സ്കില്ല്. അപ്പോൾ ലേണേഴ്സിന്, ഇപ്പോൾ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ പഠിക്കുന്നത് ആ പേഴ്സൺസ്, അപ്പോൾ ലേണേഴ്സിന് നോളജ് അക്വയർ ചെയ്യാനും നോളജ് നേടാനും നമുക്ക് അറിവ് നേടാനും നമുക്ക് ഒരുപാട് കഴിവുകൾ നേടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർവീസ് തന്നെയാണ്. കാരണം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇന്ന് നമുക്ക് ഇ ലേണിങ്ങിലൂടെ പോസിബിൾ ആണ്. ഇപ്പം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അല്ലേ? നമ്മൾ പൈസ ഒന്നും മുടക്കാതെ തന്നെ നമുക്ക് എന്തിനെ കുറിച്ചും പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതിനുള്ള റിസോഴ്സസ് എവിടെ ഉണ്ട്? നമ്മളുടെ ഈ ഒരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസോഴ്സസ് വെച്ചിട്ട് ഒരാൾ നോളജ് അക്വയർ ചെയ്യുക, അയാൾക്ക് വേണ്ട സ്കില്ലൊക്കെ അക്വയർ ചെയ്യുന്നതാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഫിസിക്കൽ പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇറ്റ് ഓഫേഴ്സ് സർവീസസ് ലൈക്ക് ഓൺലൈൻ കോഴ്സസ്, വിർച്വൽ ട്യൂട്ടറിങ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറീസ് ഫുൾഫില്ലിംഗ് ദി എഡ്യൂക്കേഷണൽ നീഡ്സ് അല്ലേ? എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പം ഇത് നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണില്ല. ഇവിടെ ഫിസിക്കലായിട്ട് ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതെന്തോ ഓഫർ ചെയ്യുന്നുണ്ട്? ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, വിർച്വൽ ട്യൂട്ടറിങ് ഓഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലൈബ്രറി ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ നീഡ്സ്, നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നീഡ്സ് ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ അതൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ലേണിംഗ് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്കെന്നെ അറിയാം, ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് അറിയണോ യൂട്യൂബിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോയും അതേപോലെ തന്നെ PDF നോട്ട്സ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന എല്ലാം എന്താണ്? ഒരു സർവീസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ദെൻ ഇറ്റ് സപ്പോർട്ട്സ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അതെന്തിനു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ലൈഫ് ലോങ് ലേണിങ്ങിനെയും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അലൈനിങ് വിത്ത് ദി ഗോൾസ് ഓഫ് സർവീസ് ഓറിയൻറ്റഡ് സെക്ടർ. നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് സെക്ടറിൻ്റെ ഗോൾസ് ആയിട്ടൊക്കെ അലൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇ ലേണിംഗ് ഒരു സർവീസ് ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് വ്യക്തമാക്കാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇ ലേണിംഗ് നമുക്കൊരു സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി മെത്തേഡ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ഹാൻഡ്ലിംഗ് ഡാറ്റ. ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ, അതായത് ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ എന്താണ്? ഡാറ്റൻ്റെ സെക്യൂരിറ്റി അല്ലേ? അപ്പോൾ ഡാറ്റൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സുരക്ഷ, ഡാറ്റൻ്റെ സുരക്ഷ, സെക്യൂരിറ്റി. അപ്പോൾ ഡാറ്റൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് എൻക്രിപ്ഷൻ, സ്ട്രോങ് പാസ്വേഡ് ആൻഡ് സെക്യൂർ നെറ്റ്വർക്ക് ടു പ്രൊട്ടക്ട് ഡാറ്റ. ഡാറ്റനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, പരിരക്ഷിക്കുന്നതിന് നമ്മൾ ഒന്ന് എൻക്രിപ്ഷൻ യൂസ് ചെയ്യണം. എന്താ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റനെ നമ്മളൊരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിന് എൻകോഡിംഗ് എന്ന് പറയും. ഈ കോഡിൽ നിന്ന് തിരിച്ചതിനെ ഡാറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ ഡീകോഡിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കണം, ഡാറ്റ എൻക്രിപ്ഷൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ്, ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നല്ലൊരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സെക്യൂർ ആയിട്ടുള്ള നെറ്റ്വർക്കിൽ നിന്നായിരിക്കണം, അതായത് നല്ല സുരക്ഷിതമായിട്ടുള്ള നെറ്റ്വർക്കുകളിൽ നിന്നായിരിക്കണം. ഒരു വൈറസോ മാൽ പ്രാക്ടീസോ ഒന്നും, ഫ്രോഡൊന്നും വരാത്ത ഒരു നെറ്റ്വർക്കിൽ നിന്നായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുന്ന ഡാറ്റകൾ എന്താണ്? സെക്യൂർഡ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തേത് ഡാറ്റ പ്രൈവസി. ഡാറ്റ പ്രൈവസി പറഞ്ഞാൽ എന്താണ്? ആ ഡാറ്റൻ്റെ സ്വകാര്യത അല്ലേ? അപ്പോൾ ഡാറ്റ പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് കംപ്ലൈൻസ് വിത്ത് ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ്. അപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് എന്ത്? ഡാറ്റ പ്രൈവസി. ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ഉണ്ട്, ആ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആണോ അല്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് ഈ പെർട്ടിക്കുലർ ഡാറ്റ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡാറ്റ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഡാറ്റ പ്രൈവസി. ദെൻ നെക്സ്റ്റ് ഡാറ്റ ബാക്കപ്പ് ആണ്.
അപ്പോൾ എന്താ ഡാറ്റ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റെഗുലർലി ബാക്കപ്പ് ഡാറ്റ ടു പ്രിവെൻറ്റ് ലോസ് ഡ്യൂ ടു സിസ്റ്റം ഫെയിലിയർ. അപ്പോൾ നമ്മൾ സിസ്റ്റം ഫെയിലിയർ ആകുമ്പോൾ നമുക്ക് ഡാറ്റകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാനും ആ ഡാറ്റ ഇനി നഷ്ടപ്പെടാനുള്ള സാധ്യത പ്രിവെൻറ്റ് ചെയ്യാനും അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഡാറ്റ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ റെഗുലർലി നമ്മൾ ഡാറ്റ ബാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഡാറ്റ ബാക്കപ്പ്. ദെൻ നെക്സ്റ്റ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഡാറ്റ ഇൻറ്റഗ്രിറ്റി പറഞ്ഞാൽ എന്താണ്? ഡാറ്റൻ്റെ സമഗ്രത. അപ്പോൾ ഡാറ്റൻ്റെ സമഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് കൃത്യമായിട്ടും സ്ഥിരതയും ആ ഡാറ്റ കൃത്യമാണ് അല്ലെങ്കിൽ ആ ഡാറ്റ നല്ല സ്ഥിരതയുള്ള ഡാറ്റ ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ഡാറ്റ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. അതായത് വാലിഡേറ്റ് ആൻഡ് ക്ലീൻ ഡാറ്റ ടു എൻഷുർ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി. അപ്പോൾ ഡാറ്റൻ്റെ ആക്യുറസി, ഡാറ്റൻ്റെ കൃത്യത, അതേപോലെ തന്നെ ഡാറ്റൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ സ്ഥിരത അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ദെൻ ലാസ്റ്റ് വൺ ഈസ് ആക്സസ് കൺട്രോൾ ആണ്. ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലിന് മാത്രമായിരിക്കണം. അതായത് എല്ലാ ആൾക്കാർക്കും ആ ഡാറ്റ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഡാറ്റനെ സേവ് ചെയ്ത് വെക്കരുത് അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കരുത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആക്സസ് കൺട്രോളബിൾ ആയിരിക്കണം. അപ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡാറ്റ ആർക്കൊക്കെ എത്തും അല്ലെങ്കിൽ ആർക്കൊക്കെ ആ ഡാറ്റ എടുക്കാൻ പറ്റുമോ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് അത്രയും ഓതറൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ ഈ ഡാറ്റ മാൽ പ്രാക്ടീസ് ഒന്നും നടത്തൂല, അതിൽ ഫ്രോഡൊന്നും നടത്തൂല എന്ന് ആ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഉറപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഡാറ്റ റെസ്ട്രിക്റ്റ് ഡാറ്റ ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ ഹാൻഡ്ലിങ് ഡാറ്റ. ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട മെത്തേഡ്സ്. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്താണ്? എന്താ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോള്? ഒന്ന് ഇൻസൈറ്റ് ജനറേഷൻസ്. അപ്പോൾ ഇൻസൈറ്റ് ജനറേഷനിൽ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് അനലൈസ് ഡാറ്റ ടു അൺകവർ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ദാറ്റ് ഇൻഫോം ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് കൊടുക്കണ ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പം നമുക്ക് അതിൻ്റെ ട്രെൻഡ്സ് പാറ്റേൺസ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഇൻസൈറ്റ് ജനറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാണ്. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക? ദാറ്റ് ഈസ് യൂസ് പ്രെഡിക്റ്റീവ് models to address societal challenges like healthcare, traffic, resource allocation. അപ്പോൾ predictive models ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സർട്ടൻ ചലഞ്ചസ്, വെല്ലുവിളികൾ, അതായത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട്, ട്രാഫിക് റിലേറ്റഡ് ആയിട്ട്, റിസോഴ്സ് അലോക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് നമ്മൾ ആ ചലഞ്ചസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രെഡിക്റ്റീവ് മോഡൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിങ്. ദെൻ നെക്സ്റ്റ് ഇന്നൊവേഷൻ ആണ്. ഇന്നൊവേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? ദാറ്റ് ഈസ് ഇറ്റ് എൻഹാൻസസ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് വിത്ത് ഡാറ്റ ഡ്രിവൺ സൊല്യൂഷൻസ്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എഡ്യൂക്കേഷനിൽ പുതിയ ഇന്നൊവേഷൻസ് ഒക്കെ വരികയാണ്. ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ നിന്ന് ഓൺലൈൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനും ട്രഡീഷണൽ രണ്ടും കൂടെ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാർക്കറ്റിങ്ങിൽ ഓൺലൈൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇ-കൊമേഴ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഡാറ്റ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും അതിലൂടെ നമുക്ക് ഇൻഡസ്ട്രികളെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോളിസി മേക്കിംഗ് ആണ്. പോളിസി മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോളാണ് ഒന്ന് ഇൻസൈറ്റ് ജനറേഷൻ, 2 പ്രോബ്ലം സോൾവ് ചെയ്യുക, 3 ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഇന്നൊവേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. നെക്സ്റ്റ് പോളിസി മേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പോളിസി മേക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രൊവൈഡ് ഡാറ്റ ബാക്ക്ഡ് റെക്കമെൻഡേഷൻസ് ടു ഗവൺമെൻറ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഓർഗനൈസേഷനും ഗവൺമെൻറ്റിനും ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഡാറ്റ ബാക്ക്ഡ് റെക്കമെൻഡേഷൻ, നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ. കമ്മ്യൂണിറ്റിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്
പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി വെൽഫെയർ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഡാറ്റ ഇൻഫോംഡ് പ്രൊജക്ട് ലൈക്ക് സ്മാർട്ട് സിറ്റീസ് ആൻഡ് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്. അപ്പം ഡാറ്റ സയന്റിസ്റ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഡാറ്റ ഇൻഫോംഡ് പ്രൊജക്ട്സ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ സ്മാർട്ട് സിറ്റീസ് പോലുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് പോലുള്ള ഡാറ്റ ഇൻഫോംഡ് പ്രൊജക്ട്സ് ഒരു സയന്റിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് റോൾ ഓഫ് ഡാറ്റ സയന്റിസ്റ്റ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ബിസിനസ്? അതായത് ബിസിനസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് റോള്? ഒന്ന് പേഴ്സണലൈസേഷൻ ആണ് ഒന്നാമത്തെ റോള് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ടൈലേഴ്സ് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആൻഡ് കണ്ടന്റ് ടു ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്. അപ്പോൾ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസിനൊക്കെയുള്ള കണ്ടന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രീംലിനെസ് പ്രോസസ് സച്ച് ആസ് ഇൻവെന്ററി മാനേജ്മെന്റ്, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റിന്, കസ്റ്റമർ സപ്പോർട്ടിന്, മാർക്കറ്റിങ്ങിനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു റോള്. അപ്പോൾ ഒന്ന് പേഴ്സണലൈസേഷൻ ആണ് ഈ ബിസിനസ്സിൽ ഇലക്ട്രോണിക് ബിസിനസ്സിൽ എഐന്റെ റോള്. ഒന്നാമത്തത് പേഴ്സണലൈസേഷൻ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക, ഇൻഡിവിജ്വൽസിന്റെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് കണ്ടന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ്, കസ്റ്റമർ സപ്പോർട്ട്, മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് AI. നെക്സ്റ്റ് ഡാറ്റ അനലൈസിസ് ആണ്. ഡാറ്റ അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യാനും ട്രെൻഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറിന്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാം. അപ്പോൾ അനലൈസ് കസ്റ്റമർ ബിഹേവിയർ ടു ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് ഇംപ്രൂവ് സ്ട്രാറ്റജീസ്. അതാണ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാറ്റ് ബോട്ട് ആണ്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻഹാൻസസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ബൈ പ്രൊവൈഡിങ് ഇൻസ്റ്റന്റ് അസിസ്റ്റൻസ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇൻസ്റ്റന്റ് അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവരുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അസിസ്റ്റൻസോ റെസ്പോൺസോ കൊടുത്തിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചാറ്റ് ബോട്ട്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ AI ഒരു ചാറ്റ് ബോട്ട്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫ്രോഡ് ഡിറ്റക്ഷൻ ആണ്. AIന്റെ മറ്റൊരു റോളാണ് ഈ ബിസിനസ്സിൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഐഡന്റിഫൈസ് ആൻഡ് പ്രിവെന്റ്സ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഇൻ ട്രാൻസാക്ഷൻ. ഇപ്പോൾ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഫ്രോഡായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് സംശയത്തിന്റെ നിഴലിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഡൗട്ട്ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് പ്രിവെന്റ് ചെയ്യാനും അത് തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഈ ബിസിനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ സൈബർ ക്രൈംസ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ ക്രൈംസും അതിൻ്റെ ടൈപ്സും. ഇപ്പം എന്താണ് സൈബർ ക്രൈംസ്? സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓർ ദി ഇന്റർനെറ്റ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് ആണ്. ഒന്ന് ഹാക്കിംഗ്. അതായത് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഡാറ്റ അയാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഹാക്ക് ചെയ്യുക, അതായത് നമ്മൾ ചോർത്തുക എന്നുള്ളതാണ് ഹാക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഷ്ടിക്കുക അല്ലേ? അപ്പൊ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അവരുടെ അനുവാദം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ ഓതറൈസേഷൻ ഇല്ലാതെ, അതായത് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറുന്നതാണ്, അവരുടെ സിസ്റ്റം ആക്സസ് ചെയ്യുന്നതാണ് എന്ത്? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ട്രോങ് പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഫയർ വാൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ. ആ സൊല്യൂഷനും എക്സാമിന് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നതാണ്. ഫിഷിങ്ങും എന്താണ്? ഒരു ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റി ആണ്. ദാറ്റ് ഈസ് ഫ്രോഡ്ലൻഡ് അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ. അപ്പോൾ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോഡ്ലൻഡ് അറ്റംപ്റ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരാം, നമ്മളുടെ ഇമെയിൽ ID, മറ്റ് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മളുടെ അനുവാദം ഇല്ലാതെ എടുക്കുന്നതിനെയാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമ്മളുടെ പേഴ്സണൽ ഡാറ്റ, നമ്മളുടെ ഇൻഫോർമേഷൻ നമ്മളുടെ അനുവാദം ഇല്ലാതെ എടുക്കുക. ദാറ്റ് ഈസ് സ്റ്റീലിംഗ് ആണ്. നമ്മൾ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സ്റ്റീലിംഗ് പേഴ്സണൽ ഇൻഫോർമേഷൻ ടു ഇംപേഴ്സണേറ്റ് സംവൺ. ഓക്കെ. നെക്സ്റ്റ് സൈബർ ബുള്ളിയിങ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഹരാസ്മെന്റ് ഓർ അബ്യൂസ്
ഓൺലൈനിലൂടെ നമ്മൾ ഒരാളെ ഹരാസ് ചെയ്യുക, ഒരാളെ അബ്യൂസ് ചെയ്യുന്നതാണ് സൈബർ ബുള്ളിങ്. ഇപ്പോൾ ഒരുപാട് പേര് സൈബർ ബുള്ളിങ് ഒക്കെ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. ദെൻ നെക്സ്റ്റ് മാൽവെയർ അറ്റാക്ക് ആണ്. അപ്പം മാൽവെയർ അറ്റാക്ക് എന്താ പറയുന്നത്? യൂസിങ് വൈറസസ് ഓർ റാൻസം വയർ ടു ഡാമേജ് സിസ്റ്റം ഓർ എക്സ്റ്റോർട്ട് മണി, അല്ലേ? സിസ്റ്റം ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ മണി എക്സ്റ്റോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വൈറസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മാൽവെയർ അറ്റാക്സ്. ദെൻ നെക്സ്റ്റ് ഓൺലൈൻ ഫ്രോഡ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഓൺലൈൻ ഫ്രോഡ് ആണ്. സ്കാംസ് കണ്ടക്റ്റഡ് വയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേക്ക് ഇ കൊമേഴ്സ് സൈറ്റ്സ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്ന എല്ലാ സ്കാംസും എന്താണ്? ഓൺലൈൻ ഫ്രോഡാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് സൈബർ അഡിക്ഷൻ. എന്താണ് സൈബർ അഡിക്ഷൻ? സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുക, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ ടൈം സോഷ്യൽ നെറ്റ്വർക്കിൽ, ഫുൾ ടൈം വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഓൺലൈൻ വഴി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സൈബർ അഡിക്ഷൻ എന്ന് പറയാം. അപ്പോൾ സൈബർ അഡിക്ഷൻ റെഫേഴ്സ് ടു എക്സസീവ് ആൻഡ് കമ്പൾസീവ് യൂസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ് or the internet leading to negative impacts on physical, mental and social well-being. സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ട്, അതായത് ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഡിജിറ്റൽ ഡിവൈസസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണ് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലീഡിങ് ടു നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. നമ്മളുടെ ഫിസിക്കലായിട്ട്, നമ്മളുടെ ശാരീരികപരമായിട്ട്, അല്ലെങ്കിൽ മെൻ്റലി മാനസികപരമായിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ വെൽബീങ്, നമ്മളുടെ സാമൂഹികപരമായിട്ട് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനോടൊരു കണക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ചുറ്റും എന്താ സംഭവിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് അഡിക്ഷൻ ടു ഓൺലൈൻ ഗെയിമിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൺലൈൻ ഗെയിമിങ്ങിന് അഡിക്ഷൻ ആവുക. അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ളതാണ് ഓൺലൈൻ ഗെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് നമ്മളത് വല്ലാതെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, അതായത് ഗെയിമിംഗ് കളിക്കാതെ നമുക്ക് ആ ഗെയിം ഇല്ലാതെ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റ് ആയി എന്നാണ് അർത്ഥം. അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡിക്റ്റ് അല്ല. ഗെയിം ചെയ്യാതെ, ഇപ്പോൾ ഗെയിമൊന്നും കളിക്കാതെ നമുക്കൊരു 2 മണിക്കൂർ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അഡിക്റ്റ് അല്ല. അപ്പോൾ എക്സാമ്പിൾസ് എന്താ പറയുന്നത്? അഡിക്ഷൻ ടു ഓൺലൈൻ ഗെയിമിംഗ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അല്ലെങ്കിൽ ട്വിറ്റർ, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതെന്തിനു റിസൾട്ട് ചെയ്യും? ദാറ്റ് ഈസ് ഇറ്റ് ഓഫൻ റിസൾട്ടിങ് ഇൻ റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഐസൊലേഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഐസൊലേറ്റഡ് ആയി പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നും ഒരു കുഴിമടിയന്മാരൊക്കെ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനലൈസിസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനലൈസിസ്? അപ്പോൾ അതിൽ ഒന്നാമത്തെ അനലൈസിസ് എന്താ പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നത് വരെ ഡാറ്റ സമ്മറൈസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ്. സമ്മറൈസ് ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡാറ്റനെ സമ്മറൈസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ്. രണ്ട്, ഡയഗ്നോസ്റ്റിക് അനലൈസിസ്. ഡയഗ്നോസ്റ്റിക് അനലൈസിസ് എക്സാമിൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് എക്സാമിൻസ് ഡാറ്റ ടു ഡിറ്റർമിൻ ദി റീസൺ ബിഹൈൻഡ് ദി ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റിൻ്റെ, ഒരു സംഭവത്തിൻ്റെ പുറകിൽ എന്താണ് അതിൻ്റെ റീസൺ, അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ എക്സാമിൻ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് അനലൈസിസ് എന്ന് പറയുന്നത്. അത് ഡയഗ്നോസ് ചെയ്യുക, എന്താണ് അതിൻ്റെ, ഇപ്പം നമ്മൾ ഒരു അസുഖമൊക്കെ ഡയഗ്നോസ് ചെയ്യൂലേ, ഇപ്പോൾ ക്യാൻസർ ആണോ എന്ന് നമ്മൾ കണ്ടെത്തും. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കി നമ്മൾ ഓരോ ടെസ്റ്റൊക്കെ നടത്തി അത് കണ്ടെത്തുമല്ലോ. അതേപോലെ തന്നെയാണ് എന്താണ് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ റീസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ എക്സാമിൻ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് അനലൈസിസ്. ദെൻ നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് അനലൈസിസ് ആണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ട്രെൻഡ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് അനലൈസ്, പ്രെഡിക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ. ദ നെക്സ്റ്റ് പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ്. പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ് ആണ്. പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെക്കമെൻഡ്സ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ഡാറ്റ ഇൻസൈറ്റ്. അപ്പം നമുക്ക് ഡാറ്റ ഇൻസൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ് നടത്തുന്നത്. ദ നെക്സ്റ്റ് എക്സ്പ്ലോറേറ്ററി അനലൈസിസ് ആണ്. എക്സ്പ്ലോറേറ്ററി അനലൈസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ഡാറ്റ. ഇപ്പോൾ ഡാറ്റയിലുള്ള റിലേഷൻഷിപ്പ്, ഡാറ്റകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന അനലൈസിസ് ആണ് എക്സ്പ്ലോറേറ്ററി അനലൈസിസ് എന്ന് പറയുന്നത്.
The next question ആണ് explain the business to business model in digital marketing. B2B model. B2B model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the B2B model in digital marketing involves transaction between businesses. രണ്ട് ബിസിനസ് ഫേമുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് B2B എന്ന് പറയുന്നത്. Where one company markets its പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു അനദർ. അപ്പോൾ അവിടെ ഒരു കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് മറ്റൊരു കമ്പനിക്ക് മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ്, ഹോൾസെയിൽ സപ്ലൈ ഒക്കെ നടത്തുന്നതാണ് B2B എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന കീ പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ കീ ആസ്പെക്റ്റ് ആണ് ഒന്ന് ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. അതായത് ഇമെയിൽ ക്യാമ്പയിൻസ്, ലിങ്ക്ഡിൻ, വെബിനാർസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ മേക്കേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ടാർഗറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് അതോറിറ്റി. ട്രസ്റ്റും അതോറിറ്റിയും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ദെൻ നെക്സ്റ്റ് ലീഡ് ജനറേഷൻ. ലീഡ് ജനറേഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് എംപ്ലോയിങ് SEO, PPC ആൻഡ് അനലിറ്റിക്സ് ടു അട്രാക്ട് പൊട്ടൻഷ്യൽ ക്ലയൻസ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PPC ഒക്കെ യൂസ് ചെയ്യുക, SEO ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലീഡ് ജനറേഷൻ. ദെൻ നെക്സ്റ്റ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്. ലോങ് ടേം റിലേഷൻഷിപ്പ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് പാർട്ണർഷിപ്പ് ആൻഡ് ലോയാലിറ്റി. പാർട്ണർഷിപ്പും ലോയാലിറ്റിയൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് B2B പറയുന്നത്.